നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. KSTA ചാലക്കുടി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാലയ ശുചീകരണ ക്യാമ്പയിന് തുടക്കമായി. CITU കൊടകര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ശുചീകരിച്ചു. കാട്ടൂർ പൊഞ്ഞനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപം കിണറ്റിൽ രാസമാലിന്യം കലരുന്നതായി പരാതി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. വാർത്തകൾ വിശദമായി. KSTA ചാലക്കുടി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാലയ ശുചീകരണ ക്യാമ്പയിന് തുടക്കമായി. കൊടകര ഗവൺമെന്റ് LPU സ്കൂളിൽ നടത്തിയ ശുചീകരണം കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ PC സിജി, KSTA ചാലക്കുടി ഉപജില്ലാ സെക്രട്ടറി വിവേക് KN, ഉപജില്ലാ പ്രസിഡന്റ് സിന്ധു VB, ജില്ലാ കമ്മിറ്റി അംഗം ശകുന്തള TM, ജോയിന്റ് സെക്രട്ടറി നിധീഷ് ഗോപി, ഉപജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷീല കൃഷ്ണൻ, ജിജിമോൻ, മറ്റത്തൂർ ബ്രാഞ്ച് സെക്രട്ടറി ശ്രീമോൾ PS എന്നിവർ നേതൃത്വം നൽകി. CITU കൊടകര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ ശുചീകരിച്ചു. AC വേലായുധൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ MK മോഹനൻ, KV നൈജോ, അൻവർ സാദിഖ്, KV റീസൻ, MM ഗോപാലൻ, CDCB എന്നിവർ സംസാരിച്ചു. അതിനുശേഷമാണ് വീണ്ടും 28-ാം തീയതി നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെയും ഭാഗമായി CITUവിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ ജനങ്ങൾക്ക് കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. 13ഓളം പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന കൈലാസം, ആര്യ എന്നീ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൈലാസം ബസ്സും എതിർ ദിശയിൽ വരികയായിരുന്ന ആര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ തെറിച്ചു വീണാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. SSLC +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സംഘടിപ്പിച്ചു. കൊടകര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ക്ലാസ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് സിന്ധു VB അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ PC സിജി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുരളീധരൻ CG, ശകുന്തള, ഉപജില്ലാ സെക്രട്ടറി വിവേക് KN, ജിജിമോൻ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ നിധീഷ് ഗോപി, ശ്രീമോൾ, ഷീല കൃഷ്ണൻ, ഡിനീദ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉപരിപഠനത്തിൻ്റെയും തൊഴിൽ സാധ്യതകളുടെയും വിവിധ മേഖലകൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള 3 സെഷനുകളായാണ് ക്ലാസുകൾ നടന്നത്. കരിയർ ഗൈഡൻസ് ഫാക്കൽറ്റികളായ ഷീല, ബൈജു ആന്റണി, റഷീദ് എന്നിവരാണ് ക്ലാസുകൾ നയിച്ചത്. എനിക്ക് ആരെങ്കിലുമൊക്കെ ആവുമെന്ന് പറഞ്ഞ കുട്ടികളൊക്കെ വലിയ ഇഷ്ടമായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കൊന്നും പറയാത്ത കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ ഐഡിയകളൊക്കെ ഉണ്ട്, ഈ വിഷയത്തെ ഇങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ആർട്ടിസ്റ്റ് ആവുന്നതായിരുന്നു മാത്രം ചിത്രരചന പഠിക്കണം. ഇപ്പം ഡിഗ്രിയൊക്കെ കഴിയുമ്പോൾ തന്നെ എനിക്ക് എഴുതുന്നത്. അപ്പം കാട്ടൂർ പൊഞ്ഞനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിനു സമീപം കിണറ്റിൽ രാസമാലിന്യം കലരുന്നതായി പരാതി. വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ളവ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് മാലിന്യം കിണറുകളിൽ കലരുന്നതെന്ന് നാട്ടുകാർ. പ്രദേശവാസികൾ ആശങ്കയിൽ. കാട്ടൂർ സ്വദേശിയായ തെക്കേക്കര വിൻസെന്റിന്റെ വീട്ടിലെ കിണറിലാണ് മഴ ആരംഭിച്ചതോടെ നിറവ്യത്യാസം കണ്ടു തുടങ്ങിയത്. ഏകദേശം 50-ലധികം വർഷം പഴക്കമുള്ള കിണറാണ് കുടിവെള്ളത്തിനും മറ്റുമായി വിൻസെന്റും കുടുംബവും ഉപയോഗിക്കുന്നത്. വെള്ളത്തിന് രുചി വ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം സ്വകാര്യ ലാബിൽ ജലം പരിശോധിക്കുകയും
ഈ പരിശോധനയിൽ ജലത്തിൽ വേണ്ടതിൻ്റെ ഇരട്ടിയോളം അയേണിൻ്റെ സാന്നിധ്യം വർദ്ധിച്ചതായും pH അളവ് വളരെ കുറഞ്ഞിരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. വെള്ളം ഉപയോഗശൂന്യമായതിനെ തുടർന്ന് സമീപത്തെ മറ്റു വീടുകളിലെ ജലത്തെ ആശ്രയിച്ചാണ് വിൻസെന്റും കുടുംബവും കഴിയുന്നത്. സമീപത്തെ വ്യവസായ സ്ഥാപനങ്ങൾ രാസവസ്തുക്കൾ അനാവശ്യമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണർ ഉപയോഗശൂന്യമായതെന്ന് വിൻസെന്റ് പറഞ്ഞു. ഇതു സംബന്ധിച്ച് കാട്ടൂർ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കിണറുകളിൽ രാസമാലിന്യം കലരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും കാട്ടൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന് ഇതു സംബന്ധിച്ച പരാതി നൽകിയതായും പഞ്ചായത്ത് അംഗം മോളി പിയൂസ് പറഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ വകുപ്പിന് ഉടൻ തന്നെ പരാതി നൽകുമെന്നും മോളി അറിയിച്ചു. രാസമാലിന്യം കലരുന്നതിൽ സമീപവാസികൾ ആശങ്കയിലാണെന്നും അവർ പറഞ്ഞു. വിൻസെന്റിന്റെ വീട്ടിലെ കുടിവെള്ളം വളരെ മോശമായിട്ട് കാണപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം താമസിക്കുന്നത് മിനി എസ്റ്റേറ്റിനോട് ചേർന്നിട്ടാണ്. ഈ മിനി എസ്റ്റേറ്റിൽ ആസിഡുമായി ബന്ധപ്പെട്ട് 2-3 കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ആസിഡുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അതിൻ്റെ നല്ല രീതിയിൽ അതവർ കൈകാര്യം ചെയ്യണില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. 50 വർഷമായിട്ട് ഞങ്ങളിവിടെ താമസിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണിത്. 100 വർഷത്തിലേറെയായി ഈ പറമ്പ് ഞങ്ങൾ ഓരിയുടെ കൈകളായിരുന്നു. ഏകദേശം 55 വർഷം മുമ്പ് കുത്തിയ കിണർ അപ്പം കുത്തിച്ച കിണറാണ്. ഈ കിണറിലാണ് ഞങ്ങൾ വലിയൊരു ഫാമിലി ഇതുവരെ ജീവിച്ചു വന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ 8 പേരുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തപ്പോൾ ഈ കിണറിലെ വെള്ളം വളരെ മഞ്ഞ കളറാക്കി. അതിൻ്റെ പേരിൽ ഞാൻ ഈ വെള്ളം പരിശോധിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ അയൺ കണ്ടൻറ്റ് കൂടുതലും ആസിഡിൻ്റെ അംശം കൂടുതലുമാണ്. അതുകൊണ്ട് ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻ അസോസിയേഷൻ ചാലക്കുടി മേഖലാ കമ്മിറ്റി കുടുംബ സംഗമം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പ്രസിഡന്റ് സുനിൽ MK അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ് സീനിയർ മെമ്പർമാരെ ആദരിക്കുകയുണ്ടായി. ജില്ലാ സെക്രട്ടറി ജോസ് മേച്ചേരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും സമ്മാനദാനം നടത്തുകയും ചെയ്തു. സെക്രട്ടറി PD ബേബി സ്വാഗതവും ബൈജു KK നന്ദിയും പറഞ്ഞു. അതിരപ്പിള്ളിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും ഒത്തുകളിച്ച് ജയിലിലടച്ച 24 ന്യൂസ് അതിരപ്പിള്ളി ലേഖകൻ റൂബിൻ ലാലിന്റെ ജാമ്യാപേക്ഷ ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതി തള്ളി. മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാൻ 24 ന്യൂസ് മാനേജ്മെന്റ് പ്രതിനിധികളും മേഖലയിലെ മാധ്യമപ്രവർത്തകരും രാവിലെ മുതൽ കോടതിയിൽ കാത്തുനിന്നെങ്കിലും വൈകിട്ട് 4:30 ശേഷമാണ് വിധി പ്രഖ്യാപിച്ചത്. ഇതുമൂലം ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാനായില്ല. പോലീസ് ഫോറസ്റ്റ് ഗൂഢാലോചനയാണ് ജാമ്യം നിഷേധിക്കുവാൻ കാരണമെന്നും പറയപ്പെടുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6685 രൂപ, പവന് 53,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSTA ചാലക്കുടി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാലയ ശുചീകരണ ക്യാമ്പയിന് തുടക്കമായി. CITU കൊടകര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ശുചീകരിച്ചു. കാട്ടൂർ പൊഞ്ഞനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപം കിണറ്റിൽ രാസമാലിന്യം കലരുന്നതായി പരാതി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.